നോമ്പിൻ്റെ പുണ്യദിനങ്ങളിലൂടെയുള്ള ഈ വർഷത്തെ നമ്മുടെ യാത്ര അതിന് പകുതി ദൂരം പിന്നിട്ടിരിക്കുകയാണല്ലോ. ശുദ്ധമുള്ള ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 3-ാം തിരുവചനത്തിൽ നമുക്കിങ്ങനെ കാണുവാൻ സാധിക്കും. പടക് അല്പമൊന്ന് നീക്കിയിടുക. കരയോട് ചേർന്ന് കിടക്കുന്ന പത്രോസിൻ്റെതായ ഒരു പടകിൽ കയറിയിരുന്നു കൊണ്ട് കർത്താവ് പത്രോസിനോട് പറയുകയാണ്, പടക് കരയിൽ നിന്ന് അല്പം നീക്കി നിർത്തുക. സ്വർഗീയ സിയോനെ ലക്ഷ്യമാക്കിക്കൊണ്ട് യാത്ര പുറപ്പെട്ടിരിക്കുന്ന പടകുകളാണ് നാം ഓരോരുത്തരും. 2 ചെറിയ ചിന്തകളാണ് ഈ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഒന്ന്, നാം ആകുന്ന പടകിൽ ക്രിസ്തുവുണ്ടോ? 2, നാം ആകുന്ന പടകുകൾ ഈ ലോകത്തിൻ്റെ ഇഷ്ടങ്ങൾക്കും ഈ ലോകത്തിൻ്റെ മോഹങ്ങളോടും പറ്റിച്ചേർന്നുകൊണ്ടാണോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? 1 യോഹന്നാൻ 2:17 ഇപ്രകാരം നമുക്ക് കാണുവാൻ സാധിക്കും, ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കും. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് വേണ്ടി, ഈ ലോകത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അത് നശിച്ചു പോകുന്ന ഒന്നാണ്. മറിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓടുന്നതെങ്കിൽ അത് എന്നേക്കും നിലനിൽക്കുമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ നാം ആകുന്ന പടകുകൾ ഈ ലോകത്തോട് അനുരൂപപ്പെട്ടുകൊണ്ടാണോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നാം സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കണം. പടക് അഥവാ വള്ളം, ഈ വള്ളം സഞ്ചരിക്കുന്നത് വെള്ളത്തിലൂടെയാണ്. എന്നാൽ ഈ വള്ളത്തിലേക്ക് വെള്ളം കയറിയാൽ വള്ളം തകർന്നു പോകും, വെള്ളം നശിച്ചു പോകും. അതുപോലെയാണ് മനുഷ്യ ജീവിതവും. നാം ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. എന്നാൽ ഈ ലോകത്തിൻ്റെ മോഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ നാം ആവുന്ന പടക് തകർന്നു പോകും. അതിന് ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കുകയില്ല. വലിയ നോമ്പിലെ പാതിര നമസ്കാരത്തിൽ നമ്മൾ ഇപ്രകാരം ചൊല്ലുന്നുണ്ട്, തൻ്റെ ആത്മാവിനെ ഈ ലോകത്തോട് ബന്ധിച്ചിരിക്കുന്നവന് കഷ്ടം, അത് ഒരിക്കലും ഛേദിക്കപ്പെടാത്ത വലിയ ബന്ധനമാകുന്നു. നമ്മുടെ ആത്മാവിനെ, നമ്മുടെ ഇഷ്ടങ്ങളെ ഈ ലോകത്തിൻ്റെ മോഹങ്ങളാകുന്ന പണത്തിനും പ്രതാപത്തിനും വേണ്ടിയിട്ട്, അധികാരങ്ങൾക്കും വേണ്ടിയിട്ടാണ് നാം ഈ ലോകത്തിൽ ഓടുന്നത് എങ്കിൽ അതിൽ നമുക്ക് തിരിച്ചു വരുവാനായിട്ട് ഒരിക്കലും സാധിക്കുകയില്ല. കാരണം അതിൽ നമ്മൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം ആകുന്ന പടകിൽ ക്രിസ്തുവിനെ കയറ്റുവാൻ നമുക്ക് സാധിക്കണം. നാം ആകുന്ന പടക് ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽ നിന്ന് അല്പം മാറ്റി സഞ്ചരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ നാം ലക്ഷ്യം വെച്ചിരിക്കുന്ന ആ സ്വർഗീയ സിയോനിലേക്ക് എത്തിച്ചേരുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അതിന് നമുക്ക് ഓരോരുത്തർക്കും ഈ വലിയ നോമ്പാചരണത്തിലൂടെ സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വാക്കുകളെ നിർത്തുന്നു. ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.